കേട്ടു രസിക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FM മെഡോണ 39.25. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ വേദാലക്ഷ്മി 6th. നമ്മുടെ സ്കൂളിന്റെ നേട്ടങ്ങളിലേക്ക് ഒരു പൊൻതൂവൽ കൂടി ചാർത്താൻ FM മെഡോണ 39.25 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:45 നിങ്ങളുടെ കാതോരം. പാട്ടുകൾ പാടി കഥകൾ പറഞ്ഞ് അറിവുകൾ പങ്കുവെച്ച് നമുക്കൊത്തുചേരാം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് 5 സെക്കൻഡ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ട് രസിക്കാം. ഇന്ന് ജൂലൈ 1, വേൾഡ് ഡോക്ടേഴ്സ് ഡേ. ജീവന്റെ കാവൽക്കാർക്ക് 1000 സ്നേഹാശംസകൾ. നമ്മുടെ ക്ലാസ്സുകളിൽ എത്ര കുട്ടികളാണ് ഇന്ന് ആബ്സെന്റ് ആയത്? എന്തായിരിക്കും കാരണം? ഒട്ടുമിക്ക കൂട്ടുകാർക്കും പനി, ചുമ, ജലദോഷമൊക്കെയാണ്. മഴക്കാല രോഗങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഡോക്ടർ ഡയാന റോസീർ വിൻസെന്റ് നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ, വെൽക്കം ടു FM മെഡോണ 39.25. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. താങ്ക് യു സോ മച്ച് വേദ. ഡോക്ടർ, മഴക്കാലത്ത് കുട്ടികൾക്ക് സാധാരണയായി വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? മഴക്കാലം ഇന്ന് രോഗങ്ങളുടെ ഒരു കാലം കൂടിയാണ്. നമ്മുടെ കുട്ടികളിൽ ഒരുപാട് രോഗങ്ങൾ മഴക്കാലത്ത് കാണാറുണ്ട്. ഉദാഹരണമായി വൈറൽ പനി, പിന്നെ കൊതുകുജന്യ രോഗങ്ങളായ ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ മുതലായ അസുഖങ്ങൾ, മലിനമായ ഭക്ഷണവും വെള്ളവും കഴിക്കുന്നത് വഴി വരുന്ന കോളറ, ടൈഫോയിഡ് മുതലായ രോഗങ്ങൾ, ഈർപ്പമുള്ള വസ്ത്രങ്ങളും ഈർപ്പമുള്ള ഷൂ ധരിക്കുന്നത് വഴി വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ മഴക്കാലത്ത് കണ്ടുവരുന്നുണ്ട്. കൂടാതെ കുട്ടികളിൽ കാണുന്ന അസുഖമാണ് മഴ നനഞ്ഞു വരുന്ന പനി, ചുമ, ജലദോഷം, അങ്ങനത്തെ അസുഖങ്ങൾ. അത് കൂടുതലും കുട്ടികൾ കുട നിവർത്താനുള്ള മടി കൊണ്ട്, അല്ലെങ്കിൽ കുട നനയുമല്ലോ എന്നോർത്ത് നമ്മൾ ആ കുട കൈ പിടിച്ച് സ്കൂളിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴും ഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴും ഫുഡ് കഴിച്ച് കൈ കഴുകാൻ പോകുമ്പോഴും ഒക്കെ ചെറുതായിട്ട് മഴ നനയും. ആ മഴ നനയുന്നത് വഴി ഈർപ്പമുള്ള വസ്ത്രവും എല്ലാം നമ്മുടെ ശരീരത്തിൽ ഡ്രസ്സ് ഇച്ചിരി നനയും. അങ്ങനെ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ തണുത്ത് ചുമയും പനിയും ഒക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. പനി, ചുമ, ജലദോഷം എന്നിവ വന്നാൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയ പ്രാഥമിക ചികിത്സകൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ജലദോഷം, മൂക്കടപ്പ് മുതലായ രോഗങ്ങൾക്ക് നമുക്ക് ആവി പിടിക്കുന്നത് ഒരു പരിധി വരെ സഹായിക്കുന്ന കാര്യമാണ്. ചൂടുവെള്ളത്തിൽ തുളസിയുടെ ഇലയിട്ടിട്ട് ആവി കൊള്ളുന്നത് മൂക്ക് തുറക്കുന്നതിനും ജലദോഷം കുറയുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. കുട്ടികള് ഇതും മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. കൂടാതെ ചുമ, തൊണ്ടവേദന എന്നീ സാഹചര്യങ്ങളിൽ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുന്നത് തൊണ്ടവേദന കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഇങ്ങനത്തെ ചുമ, ജലദോഷം മുതലായ രോഗങ്ങൾ നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ തുമ്മുമ്പോഴും ചീറ്റുമ്പോഴും ടവൽ ഉപയോഗിക്കുന്നത് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പിട്ട് കഴുകുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ രോഗം മൂർച്ഛിച്ച് ഡോക്ടറെ കാണാൻ പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് രോഗം തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ സഹായം ആവശ്യപ്പെടുന്നതാണ്. രോഗം മൂർച്ഛിച്ച് കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് തുടക്കത്തിൽ തന്നെ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതാണ്. സ്വയം ചികിത്സ ഒരിക്കലും ഇതിനൊന്നും ഒരു ഗുണകരമാകണമെന്നില്ല. കൊതുകുകടിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ വഴികളാണുള്ളത്? ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത്? കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊതുക് വളരാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന കാര്യം. അതായത് നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ വീടിന് ചുറ്റും അലക്ഷ്യമായി വലിച്ചെറിയുന്ന പല വസ്തുക്കളിലുമാണ് കൊതുക് ഈ മഴക്കാലത്ത് വെള്ളം വന്ന് അതിൽ വെള്ളം കെട്ടി നിന്ന് അവിടെ കൊതുക് വളരാൻ ഇടയാകുന്നു. അതായത് നമ്മൾ കഴിച്ച ഐസ്ക്രീമിന്റെ കപ്പുകൾ, പിന്നെ നമ്മുടെ ടയറുകൾ, ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ടയറുകളിൽ വെള്ളം നിറയുന്നത്, പിന്നെ നമ്മുടെ വീടിന്റെ ഫ്രിഡ്ജിന്റെ ഉള്ളിലെ വെള്ളം വരുന്ന ആ കണ്ടെയ്നർ, പിന്നെ നമ്മൾ ഇപ്പം വളരെ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നുണ്ട്. അത് ചിലതെല്ലാം വെള്ളത്തിലാണ് ഉള്ളത്. അപ്പൊ ആ വെള്ളത്തിൽ പോലും ഈ കൊതുകുകൾ വളരാൻ സാഹചര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ചെടിച്ചട്ടികള്, നമ്മുടെ വീടിന് പൊട്ടിയ ചെടിച്ചട്ടികൾ, ഇവയെല്ലാം കൊതുകിന് വളരാനുള്ള
ഓരോരോ അവസരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കണം. പിന്നെ പോരാത്തതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊതുകുവല ഉപയോഗിക്കുക എന്നുള്ളതാണ്. രാത്രി കിടന്നുറങ്ങുമ്പോഴും ഒക്കെ കൊതുകുവലയ്ക്കുള്ളിൽ കിടന്നുറങ്ങുക. പിന്നെ ധാരാളമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മൊസ്കിറ്റോ റെപ്പലൻ ക്രീമുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കൊതുക് അടിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം ശരീരം കവർ ചെയ്യുന്ന രീതിയിൽ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും കൊതുകടി തടയുന്നതിനുള്ള വഴികളാണ്. കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുന്നതും വളരെ നല്ലതാണ്. കാരണം അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുക് വളരാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുക എന്നതാണ് അതിന്റെ പുറകിലുള്ള ഉദ്ദേശം. അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നമ്മുടെ വീടിന് ചുറ്റും കൊതുക് വളരുന്നുണ്ടോ, ഏതെങ്കിലും പാത്രത്തിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. കൂടാതെ വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് കൊതുക് കയറാതിരിക്കാൻ ജനലും വാതിലും ഒക്കെ അടച്ചിടാൻ കുട്ടികൾ ശ്രദ്ധിക്കണം. മലേറിയയും ഇതേപോലെ തന്നെ കൊതുക് വഴി പകരുന്ന ഒരു അസുഖമാണ്. കൊതുകടി മൂലം പകരുന്ന ഒരു അസുഖമാണ്. അത് ആക്ച്വലി ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. അതിൻ്റെ അകത്ത് പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് അത് പകർത്തുന്നത്. കൊതുക് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയമാണ്. ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൊതുക് കൂടുതലായിട്ട് രാത്രി സ്ഥലങ്ങളിലാണ് നമ്മളെ കടിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമ്മൾ മോസ്കിറ്റോ നെറ്റിൽ കിടക്കുന്നതും അങ്ങനത്തെ മോസ്കിറ്റോ റിപ്പലൻ്റ് ക്രീമുകൾ ഉപയോഗിക്കുന്നതും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ അസുഖത്തിൽ നിന്ന് അസുഖം വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. മഴക്കാലത്ത് കഴിക്കേണ്ട ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ശുദ്ധമായ വെള്ളം കുടിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? മഴക്കാലത്ത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ വരുത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഉദാഹരണമായി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ചെറിയ ചൂടോടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒക്കെ വളരെ നല്ലതാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. തണുത്തത്, പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. കൂടാതെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് മഴക്കാലത്ത് വളരെ നല്ലതാണ്. നമുക്ക് ദാഹം കുറവായിരിക്കും, പക്ഷെ വെള്ളം കുടിക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമം നടത്തേണ്ട കാര്യമാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് വഴി വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളായ ടൈഫോയിഡ്, കോളറ മുതലായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതുമുണ്ട്. അതായത് മഴക്കാലത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, തണുത്ത വെള്ളം, ഐസ്ക്രീം മുതലായ സാധനങ്ങൾ, തണുത്ത പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. എപ്പോഴും ചെറു ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ നന്നായി വൃത്തിയായി സോപ്പിട്ട് കഴുകുന്നതും കുട്ടികൾ ശീലമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ സി റിച്ചായ സാധനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് നെല്ലിക്ക, നാരങ്ങ, തക്കാളി, ഓറഞ്ച് മുതലായ വസ്തുക്കൾ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി അത് ഒരു പരിധി വരെ വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളുമായി സമയം ചെലവഴിച്ചതിന്. കൂട്ടുകാരെ, തിരികെ വരാം. നിങ്ങൾ കേൾക്കുന്നത് FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം. ഡോക്ടർ പറഞ്ഞത് എല്ലാ കൂട്ടുകാരും കേട്ടല്ലോ. മഴക്കാലത്ത് സുരക്ഷിതരായി ആരോഗ്യത്തോടെ ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വെറുതെ ആരും സ്കൂളിൽ ലീവാക്കണ്ട കേട്ടോ. ഇനി കേൾക്കാം, അറിയാം, കറന്റ് ക്ലിക്സ്. നമുക്ക് ചുറ്റും നടക്കുന്ന ഏറ്റവും പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കറന്റ് ക്ലിക്സ്. നിങ്ങൾ കേൾക്കുന്ന കറന്റ് ക്ലിക്സിൽ നിന്ന് ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കും. ശരിയുത്തരം പറയുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനവുമുണ്ട്. എന്നാൽ സമ്മാനം നേടാൻ റെഡി ആയിരുന്നോളൂ. ഇതാ കറന്റ് ക്ലിക്സ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് കേട്ടിട്ടില്ലേ? ഇന്റർനാഷണൽ സ്പേസ് സെന്റർ. ഇതാ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അവിടെ എത്തിയിരിക്കുന്നു. അത് ആരാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ശുഭാംശു ശുക്ല. ഒന്നുകൂടി കേട്ടോളൂ, ശുഭാംശു ശുക്ല. കൂട്ടുകാരെ, ബഹിരാകാശത്തേക്ക് സാധാരണ ബസ്സിലോ ഒക്കെ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. എങ്ങനെയാ പോകുന്നത്? ബഹിരാകാശ പേടകത്തിൽ അല്ലേ? നമ്മുടെ ശുഭാംശു ശുക്ല സഞ്ചരിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് നിങ്ങൾക്കറിയാമോ?
സ്പേസ് എക്സ് എന്നാണ് ആ ബഹിരാകാശ വാഹനത്തിന്റെ പേര്. മറക്കല്ലേ, ശുഭാംശു ശുക്ല സ്പേസ് എക്സ്. കൂട്ടുകാരെ, കറന്റ് ക്ലിക്സ് ഓർത്തു വെക്കണേ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടികൾ ഇഷ്ടമായോ? എല്ലാവർക്കും നന്ദി, ശുഭദിനം. വീണ്ടും കേൾക്കുന്നത് വരെ ദിസ് ഈസ് RJ വേദാലക്ഷ്മി സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടത് FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ട് രസിക്കാം.